എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം ഏകദേശം 6 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെതാണ്. SWS എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലയും 2 ജില്ലകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെ 2 ജില്ലയിലേക്കുള്ള ലോഗിൻ വെച്ച് 2 പ്രാവശ്യം ആ ഒരു ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ആദ്യത്തെ ചെക്ക് ചെയ്ത് പിന്നീട് അടുത്തത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂൾ ഏതാണ്, അതുപോലെ തന്നെ കോഴ്സ് ഏതാണ്, അതുപോലെ തന്നെ എത്രാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. ചുവപ്പ് കളറിലാണ് അത് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ലഭിച്ച വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും മനസ്സിലാക്കാനായിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കും ഓരോ ഓപ്ഷനും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിനോടൊപ്പം തന്നെ അഡ്മിഷന് പോകുന്ന സമയത്ത്, അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് അഡ്മിഷൻ, അതായത് ജൂലൈ 8 അതുപോലെ തന്നെ 9 തീയതികളായിട്ടാണ്. 9-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ജൂലൈ 10 അല്ലെങ്കിൽ 11 ആയിട്ട് വരുന്നതായിരിക്കും. അതായത് അടുത്തത് ട്രാൻസ്ഫർ ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഈ ഒരു പേജിലായിട്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ അത് SSLC സർട്ടിഫിക്കറ്റും അത് നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത ശേഷം അതിൽ നിങ്ങളുടെ പേരും അതുപോലെ സിഗ്നേച്ചറും അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇടുക. അതായത് ഒറിജിനൽ കിട്ടാത്തവരാണ് ഈ രീതിയിൽ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ആ ഒരു രീതിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ണ്ട് അതായത് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതായത് ഒറിജിനൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഒറിജിനൽ കിട്ടിയവരാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുത്ത് പോയാൽ മതി. പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ TC അതുപോലെ തന്നെ അതായത് ഈ ഒരു SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു TC അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ ടൈ ബ്രേക്ക്, അതായത് ക്ലബ് സർട്ടിഫിക്കറ്റിലോ മറ്റോ അതുപോലെ NMMS അതുപോലെ LSS USS ഇതുപോലുള്ളവയ്ക്കാണ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉള്ളവരാണെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇക്വലൻസി ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അതെല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ EWS കാറ്റഗറി അവകാശപ്പെട്ടുള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഫീസ്, അതായത് എത്ര രൂപയാണ് ഫീസായിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടാകും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എത്ര രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫീസും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റും വിദ്യാർത്ഥികൾ അതായത് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസും വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. ഫീസ് നിങ്ങൾക്ക് സയൻസൊക്കെ ആണെങ്കിൽ ഏകദേശം 2000 രൂപക്കുള്ളിൽ മാത്രമാണ് ഫീസായിട്ട് വരിക. ബാക്കിയുള്ള കോഴ്സാണെങ്കിൽ അതിനനുസരിച്ച് ഫീസ് കുറയുന്നതായിരിക്കും.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണുള്ളത്. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇതിന് ശേഷം ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഉള്ളതുകൊണ്ട് തന്നെ ഫീസ് നിങ്ങൾ അടിച്ച് സ്ഥിര പ്രവേശനമാണ് എടുക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു സർക്കുലറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ വലുതും എടുക്കാനുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് കൂടി എടുത്തുകൊണ്ട് നേരത്തെ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഈ ഒരു ജൂലൈ 8, 9 തീയതികളായിട്ട് അഡ്മിഷൻ ഉണ്ട്. എന്നാൽ ജൂലൈ 8-ാം തീയതി തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും ഡോക്യുമെൻ്റ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ കുറവോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത ദിവസം തന്നെ കൊണ്ടുപോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് നേരത്തെ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ ഈ ഒരു +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.